നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 21 വയസ്സിനിടെ എല്ലാ പോരാട്ടങ്ങളിലും പുഞ്ചിരിയോടെ ജയിച്ചു വന്ന നികിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യാത്രയായി. ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും സെന്റ് തെരേസസ് കോളേജിലെ മുൻ ചെയർപേഴ്സണുമായ നികിത നയ്യർ 21 വയസ്സാണ് വിട പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നികിതയ്ക്കായില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം. 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂകി ജയിച്ചു വന്ന നികിത പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കുകളാണിത്. അത് പ്രകാരം തന്നെ അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടുപേർക്കും കാഴ്ച നൽകും. ഇനി BSc സൈക്കോളജി വിദ്യാർത്ഥിയായിരുന്നു നികിത. വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു നികിതയ്ക്ക്. ഷാഫി വിട പറഞ്ഞ അതേ ദിവസമാണ് യാദൃശ്ചികമായി നികിതയുടെ വേർപാടും സംഭവിച്ചിരിക്കുന്നത്. രോഗം ബാധിച്ചു കഴിഞ്ഞ 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുമ്പായിരുന്നു. പൊതുദർശനം തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ഇടപ്പള്ളി നേതാജി നഗറിലെ വീട്ടിൽ നടക്കും. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നികിത. സംസ്കാരം കൊച്ചിയിലാണ് നടക്കുന്നത്. രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു നികിതയുടെ അവസ്ഥ. രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇടപ്പള്ളി നേതാജി നഗർ സ്കൈലൈൻ ഓറിയോൺ ടവർ 1-ലായിരുന്നു താമസം. അമ്മ നബിത മാധവൻകുട്ടി, പിതാവ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോണി തോമസ് ആണ്. കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ്. കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത്. ഒരു അപൂർവ ജനിതക വൈകല്യമാണ് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു രോഗാവസ്ഥ. ഈ അവസ്ഥ കരളിന്റെ പ്രവർത്തനം മോശമാക്കുന്നു. രോഗനിർണയം വൈകുന്നതാണ് മരണകാരണമാകുന്നത്. വിൽസൺസ് രോഗം അല്ലെങ്കിൽ ഹെപ്പറ്റോ ലെന്റിക്യുലാർ ഡീജനറേഷൻ എന്നും ഈ അസുഖം അറിയപ്പെടുന്നു. പ്രധാനമായും ഈ ശരീരത്തിൽ ചെമ്പ് അധികമായി അടിഞ്ഞുകൂടുന്ന ഒരു ജനിതക വൈകല്യമാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മസ്തിഷ്കവും കരളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഛർദി, ബലഹീനത, അടിവയറ്റിൽ ദ്രാവകം അടിഞ്ഞുകൂടൽ, കാലുകളുടെ നീർവീക്കം, ചർമ്മത്തിന്റെ മഞ്ഞനിറം, ചൊറിച്ചൽ എന്നിവ കരളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. വിറയലും പേശികളുടെ കാഠിന്യം, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, വ്യക്തിത്വ മാറ്റങ്ങൾ, ഉത്കണ്ഠ, മനോവിഭ്രാന്തി എന്നിവയാണ് തലച്ചോറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. വിൽസൺസ് രോഗം സാധാരണയായി ഭക്ഷണക്രമങ്ങളിലെ മാറ്റങ്ങളും മരുന്നുകളും ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. ചെമ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതും ചെമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതും ഭക്ഷണത്തിലെ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. 30,000 പേരിൽ ഒരാൾക്ക് വിൽസൺസ് രോഗം കണ്ടുവരുന്നു. സാധാരണയായി 5 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നതാണ്. 1854 ജർമ്മൻ പാത്തോളജിസ്റ്റ് ഫ്രെഡറിക് തിയോഡോർ വോൾ ഫ്രെങ്സിറ്റ്സ് ആണ് ഈ അസുഖം ആദ്യമായി വിവരിച്ചത്. ബ്രിട്ടീഷ് ന്യൂറോളജിസ്റ്റ് സാമുവൽ വിൻസന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കരളും തലച്ചോറുമായാണ് ചെമ്പ് ശേഖരണത്തിന്റെ പ്രധാന സ്ഥലങ്ങൾ. തൽഫലമായി കരൾ രോഗവും ന്യൂറോസൈക്യാട്രിക് ലക്ഷണങ്ങളുമാണ് രോഗനിർണയത്തിലേക്ക് നയിക്കുന്ന പ്രധാന സവിശേഷതകൾ. കരൾ പ്രശ്നങ്ങളുള്ള ആളുകൾ 20 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ന്യൂറോളജിക്കൽ സൈക്യാട്രിക് ലക്ഷണങ്ങൾ ഉള്ളവരേക്കാൾ നേരത്തെ കുട്ടികളോ അല്ലെങ്കിൽ കൗമാരക്കാരോ വൈദ്യസഹായം തേടാറുണ്ട്. ചിലരെ തിരിച്ചറിയുന്നത് ബന്ധുക്കൾക്ക് വിൽസൺസ് രോഗം സ്ഥിരീകരിച്ചുകൊണ്ടാണ്. ഇവയിൽ പലതും പരിശോധിച്ചപ്പോൾ ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രോഗനിർണയം ലഭിച്ചിട്ടില്ല.